ശകുനത്തിൽ ആനയുടെ പിൻഭാഗം കാണുന്നു. കണ്ടപ്പോ ഓർമ്മ നീ എന്തിരി കിടന്ന് കോതണത്? കിടക്കാൻ വേണ്ടിയാ? മുടിയൊക്കെ കോതിട്ട് കിടക്കാൻ വിചാരിച്ചു. അയ്യോ അയ്യോ ഭ്രാന്തി. ആനക്കുട്ടിയായുണ്ട്. ആനക്കുട്ടിയാണി ആകാശം. നീ കണ്ണാടി കൂടെ തന്നെ കാണാം. ജനലിൽ ഞാൻ നന്നായി. ഈ നല്ല മൂഞ്ചി. അല്ലെങ്കിലും മൂഞ്ചി ഒന്നുമില്ല. ഇത് യൂട്യൂബാണ്. മോശം മോശം. തെണ്ടി പിള്ളേരെ പോലെ കാണിക്കാം. എന്തിനാണ് അമ്മച്ചീരെ പരിപാടി? ഓ മുടി ഉണ്ട കെട്ടി വൃത്തിയേടാക്കി വെക്കാൻ. അയ്യാടാ ഇതെന്തിരിത്? ഞാൻ കിടക്കാൻ പോയപ്പോ നിന്നോട് വീഡിയോ എടുക്കാം. എന്തിനോ കോതന കണ്ടപ്പോഴത്തേക്കും നല്ല ലുക്കിൽ എന്തോ ആവാൻ പോണം കുറച്ചിട്ട് വീഡിയോ എടുത്തേണ്. ഞാനെന്തിരി ചെയ്യാനിതെന്തിരി ജീവി. അയ്യോ അയ്യോ എന്തോ നല്ല ലുക്ക് കിട്ടും. എന്തോ നന്നായി, എന്തോ നല്ല ലുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് ഞാൻ ആരായി. അതാണ് അങ്ങനെയാണ് അങ്ങനെയാണ് വേണ്ടത്. ഇതെന്തെടുത്ത് ഇതെങ്ങനെ ആക്കിയാലും വൃത്തിയായിട്ട് ഇതിനെ വെട്ടിക്കളയാനല്ല പറിച്ച്. എല്ലാരും പറയണുണ്ട് മുടി കെട്ടണം മുടി കെട്ടണം. ഇന്ന് ആ വീഡിയോ കണ്ട് എനിക്കും നോക്കി ഒരുമാതിരി എന്തിരോ പുഴുവൊക്കെ കിടക്കണത് പോലെ. ഒരു രസമില്ല ഇല്ലേ? മുടി ഇപ്പൊ വൃത്തിയേടായി. കണ്ടു കഴിഞ്ഞാൽ എന്തോ കണ്ട ഈ ഫ്രണ്ട് കാണുമ്പോ വലിയ കുഴപ്പമില്ല. ബാക്ക് ഇവിടെ നീ മുടി വളർന്നിറങ്ങിട്ട് ഇവിടുത്തെ വെയിറ്റ് കൊണ്ട് ഇവിടെ മുടി കാണുന്നില്ല. ഇങ്ങ് വരണേ വെയിറ്റ്. അതല്ല ഇങ്ങനെ ശരിയാകുമ്പോഴേ ഇവിടെയൊക്കെ ഒരുമാതിരി കണ്ട കണച്ചാ കുണച്ചാ കുണച്ചാ കണച്ച ഒരുമാതിരി കിടക്കണം. എന്തോ മറ്റേ എന്തിനു പറയാ പുഴുക്കളൊക്കെ അതുകൊണ്ട് പിന്നെ വെട്ടിക്കളയണം. ഇത്രയും നീളമുണ്ട്. എപ്പോ വെട്ടണ? വെട്ടണം, ഈ ആഴ്ച വെട്ടണം. വെട്ടിക്കളയണം പഴയതുപോലെ മൊത്തം മുടിയും വെട്ടിക്കളഞ്ഞ് മുട്ടയടിച്ച് താടി എടുത്ത് മീശ എടുത്ത് പിരികെടുത്ത് ആദ്യകാലം മനുഷ്യൻ നല്ല സൂപ്പർ ആയിരിക്കും. നല്ല രസമായിരിക്കും. മുടി വെട്ടണം. മുടി വെട്ടി മുടിയും വെട്ടി താടി ഷേപ്പ് ചെയ്ത് വന്ന മുട്ടയടിച്ച് മുട്ടയടിച്ചിട്ട് ആ ബാർബർ ഷോപ്പിലെ പുള്ളിയുടെ അടുത്ത് പറയണം ചേട്ടാ എന്നെ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോകും, തിരിച്ചു തന്നെ എന്റെ വീട്ടിൽ കയറ്റൂല എന്ന് പറഞ്ഞിട്ട് പുള്ളിയോട് അങ്ങ് നോക്കുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ചേട്ടാ ഞാൻ വാവേറെ പുറത്ത് കയറിയുന്നല്ല വീഡിയോ റെക്കോർഡായി പോയി. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആരെ പുറത്ത് അതന്നെ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ എടുക്കണോണ്ട് മാത്രം ഞാൻ ഇതിന് മറുപടി പറയണില്ല. ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറഞ്ഞേനെ. നിന്റെ ആരെ പുറത്ത് കയറ്റി വിടണോന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞേനെ. നീ എന്തൊരു കാണിക്കുന്നത്? എനിക്കിത് അതിലൂടെ കാണാം. എനിക്കും കാണാം അതിൽ കൂടെ കണ്ണാടി നമ്മളെ ജനലിൽ കൂടെ. ആകാശമാകെ കന്നിമല. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകരുത്. ആവശ്യമുള്ള പണികൾ മാത്രം ചെയ്യുക. നീ വിളിക്കുന്നത് എല്ലാം അറിയട്ടെ. നീ വിളി 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 വിളിയടാ. കുഞ്ഞാവിടെ വായന്ന് പറഞ്ഞാ തെണ്ടിത്തരങ്ങളാണ്. അയ്യോ എന്റെ കൈ കഴിക്കും. കൈ കഴിക്കുന്നു. ഇതെന്തിരുത്? അയ്യോ നുള്ളല് 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 തെണ്ടിത്തരം കാണിക്കും. ഞാനും നുള്ളു. മുള്ളല് കാർക്കൂന്തലാണോ?
ഓ കൂന്തൽ, കുന്തമല്ല കൂന്തൽ. എന്റെ കൂന്തലൊക്കെ പോയി. എന്റെ അമ്മയ്ക്കാണെങ്കിൽ പൂറ്റി വരെ മുടി. എന്റെ ബിന്ദു പണിക്കരി മുടി ജട, മുടി വട കെട്ടണ വടയല്ല ജട. ചങ്കിതായ കിടത്താം. പഴയ തൊഴിലിനോട് ഇപ്പോഴും ആത്മാർത്ഥതയുണ്ട്. വടയൊക്കെ നടത്തിയിരുന്നൊരു കാലമുണ്ടായിരുന്നു എനിക്ക്. ബാക്കി ഇന്നും കൂടെ നടത്താം, ഇപ്പോഴും പോയി നടത്താം വടയും ചായ. ഞാനും വരാം, രണ്ടുപേരും കൂടെ പോയി മാവുരുട്ടി വെച്ച് മാവിന്റെ നടക്ക് വിരലിട്ട് കുത്തി ഓട്ടയിടുന്നത് സുഖം. നീ ഇങ്ങനൊക്കെ പറയാൻ വേറെ എല്ലാവർക്കും വിചാരിക്കാം. ഉഴുന്ന് വട ഉണ്ടാക്കണ കാര്യമാണ് പിന്നെ തെറ്റിയിരിക്കില്ല. ഞാൻ നല്ലതാണ് ഉദ്ദേശിച്ചത്. നല്ലത് മാത്രം ചിന്തിക്കും. നല്ലത് ചെയ്താ നല്ലത് ചന്ദ്രനിൽ. എന്നിട്ട് എന്താ ഞാൻ നല്ലതായിട്ട് എനിക്ക് നല്ലത് തരാത്ത? ഇപ്പൊ നല്ലതായിട്ട് തോന്നണില്ലെങ്കിൽ നീ പോ. നീയല്ല പറഞ്ഞ നല്ലത് നല്ലത് വരുന്നുണ്ട്, എനിക്ക് മാത്രം. എങ്ങനെ ഇരിക്കും ചന്ദ്രനിൽ ചോദി. വേണ്ട വേണ്ട വേണ്ട, അത് വിഴുങ്ങി, അത് വിഴുങ്ങി. അയ്യോ അയ്യോ. പിന്നെ കഴിഞ്ഞു നിന്റെ കോതൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ കയറ്റി കുടുമി കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങാൻ. ഇവിടെ കുടുമി കെട്ടി വെക്കും, എന്നിട്ട് കിടന്നുറങ്ങണം. കുമ്പിടില്ല, കുടുമി കെട്ടി മൂടി കെട്ടി വെക്കണ്ടെന്നൊക്കെ പറയും. രാത്രി ആകുമ്പോഴത്തേക്ക് എന്റെ മുടി എല്ലാം വലിഞ്ഞ് പൊട്ടി 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 രാവിലെ ആകുമ്പോ കട്ടിൽ ഭയങ്കര ഉപദ്രവം. നീ യൂട്യൂബ് ഭയങ്കര കണ്ട ഉപദ്രവം. യൂട്യൂബ് പച്ച പൊറപ്പിക്കൂല, യൂട്യൂബ് എടുത്ത് കളയും. ആരെ? നിന്നെ? എന്നെ ആൾറെഡി യൂട്യൂബ് എടുത്ത് കളഞ്ഞല്ലോ. എന്റെ അച്ഛൻ പിന്നെ വീഡിയോ എടുത്ത് അലിമ്പ് കാണിക്കും. വ്ളോഗെന്ന് പറഞ്ഞ അലിമ്പ് കാണിക്കും. നമ്മളിങ്ങനെയാണ്, നമുക്കിപ്പോ വീഡിയോ എടുത്ത് വെച്ച് പറഞ്ഞ് ഭയങ്കര മാന്യമായിട്ട് പെരുമാറണമെന്ന് പറഞ്ഞില്ല. നമ്മളിങ്ങനെയാണ്, നമ്മളിങ്ങനെ പെരുമാറും. നോർമലി ഇങ്ങനല്ല, നമ്മള് നല്ലത് ചെയ്താലും നമ്മള് മോശം ചെയ്താലും നമുക്കൊരു പേരല്ലേ ഉള്ളൂ. ആ പേരങ്ങ് തന്നെ. നമ്മള് പാവങ്ങള്, ആൾക്കാരുടെ വിഷമങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നു. മതി മതി പറഞ്ഞു പറഞ്ഞു തറയാക്ക. മതി. ഓ ഞാൻ പറയുമ്പോ തറ തറയുടെ എന്ത് പറഞ്ഞാലും തറയിൽ. അപ്പൊ നീ എന്നാ വാ തുറക്കണ്ട. എന്തായിരുന്നു? കണ്ണാമ്പൂച്ചി. സത്യം പറ, സത്യം പറ, എന്താണ് നിങ്ങൾ അവളുമായിട്ടുള്ള ബന്ധം? അയ്യോ 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 അയ്യോ. എന്താണ് എനിക്ക് എന്തൊരു പെയിന്റും ചട്ടിക്കൊണ്ടിരിക്കുന്നത്? മെയിനല്ല, കാലൊരു മുറിഞ്ഞ് ഉണങ്ങിയിരിക്കുന്ന എല്ലാം വലിച്ചു പറിച്ചു കളയും. നേരത്തെ അവള് മുറി പൊളിച്ച് ചോരയെ മരത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മുറിഞ്ഞില്ലേ ചെരുപ്പ് കൊണ്ട്, അതിന്റെ തൊലി പൊളിച്ചിളക്കിയിട്ട് ചോര വന്നിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഉപദ്രവം. എന്നെ കൊടുക്കാണ്ട് വേണം. ഇങ്ങനെ പോയ നിന്നെ മിക്കവാറും ഞാൻ ലക്സിട്ട് നോക്കിക്കോ. 2 ദിവസം കഴിയുമ്പോ നിന്റെ ഫോട്ടോ കിടക്കും ലക്സിൽ. ആർക്കെങ്കിലും വേണോ? ഒന്നും തരണ്ട, അടുത്തുണ്ടോക്കോ. ഒരു വീഡിയോ എന്റെ പെണ്ണെ കൊണ്ടുപോകാൻ. ഞാൻ എനിക്കൊന്നും വേണ്ട, എടുത്തോണ്ടോ. വേണ്ട, ഇതിനെ കൊടുക്കുന്നുണ്ടോ? അതുപോലെ അയ്യോ അയ്യോ. വേണ്ട. എന്നിട്ട് എന്നെ ഇടി മറ്റേ അമ്മായി അച്ഛനായിട്ട് ആ പയ്യൻ കയറി ഇരുന്നിട്ട് മരുമോളെയും കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇതിനെ കൊടുക്കുന്നുണ്ടോ? ഇതിനവിടെ കൊടുക്കുന്നുണ്ടോ?
ഞാൻ ചോദിക്കാൻ പോണ നാളെ പോലെ നിന്നെ ആർക്കെങ്കിലും നാളെ എന്റെ അച്ഛൻ ചോദിക്കായിരുന്നു മതി. ഓ എന്നെയും കൊണ്ട് പുറത്തിറങ്ങാൻ കൊടുക്കുന്നുണ്ട് എവിടെയെങ്കിലും. അത് എന്റെ അടുത്തും ചോദിക്കാമല്ലോ. ഇല്ല, അച്ഛനെ കൊണ്ട് നീ പുറത്തു പോകുമ്പോ നിന്റെ അടുത്ത് ഞാൻ ചോദിക്കാം അതിന് എവിടെയെങ്കിലും കൊടുക്കാറുണ്ടോ. അതിന് എവിടെയെങ്കിലും കൊടുക്കാൻ പോവാണോന്ന് നീ അച്ഛനെ കൊണ്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ അടുത്തും ചോദിക്കുക, നിന്റെ അടുത്തും വന്നിട്ടും ചോദിക്കുക, രണ്ടുപേരടുത്തും ചോദിക്കുക. അച്ഛനടുത്ത് ചോദിക്കുക നിന്നെ എവിടെയെങ്കിലും കൊടുക്കാൻ പോവാണോ, കൊടുത്തിട്ട് വരാൻ പറയാം. നിന്റെ അടുത്ത് പറയാം അച്ഛനെ എവിടെയെങ്കിലും കൊടുത്തിട്ട് വരാം. നിന്നെ വിൽക്കണം. വിൽക്കാനാണെങ്കിൽ നല്ലൊരു അച്ഛനെ പറഞ്ഞു തരാം. അയ്യോ 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 സ്വസ്ഥത കളയല്ലേ. കുറച്ച് സമാധാനം. നിർത്തുന്നുണ്ട് അഴിഞ്ഞാട്ടം. ഇങ്ങോട്ട് ഓരോന്ന് പറയും, ഞാൻ അങ്ങോട്ട് പറയുമ്പോ നിന്റെ അടുത്ത് നിർത്താൻ പറയും. ഭയങ്കര ഉപദ്രവം. നല്ലൊരു ഭാര്യ കിട്ടി നീ പുണ്യം ചെയ്യണം. എന്താടാ പുണ്യം ചെയ്യണോന്ന്? ഞാൻ പുണ്യം എങ്ങനെ പുണ്യം ചെയ്യണോ? പുണ്യം എങ്ങനെ ചെയ്യണോ എന്താ കണ്ടില്ലേ? പുണ്യം ഇട്ടേണ് കുണിച്ചാ അടിച്ച് കൊല്ലടി. നീ എന്നെ നീ അടിച്ച് കൊല്ലന്നെ. വേദന ഇല്ലാത്തവനെ അടിച്ചിട്ട് എന്തിരീ? അതന്നെയാണ് വേദന ഇല്ലാത്തവന് ഞാൻ അടിച്ചിട്ട് എന്തിരി? എന്റെ ചീപ്പൊടിഞ്ഞു പോകുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ബലങ്ങളൊന്നും ഇല്ല. ഇപ്പൊ വായിലോർന്നൊക്കെ ഇല്ല, എന്റെ ചീപ്പൊടിയും. എനിക്ക് നാളെ വേണ്ടതാണ് ചീപ്പിക്ക്. ഞാൻ എന്തിരി എന്റെ കൈ അടയ്ക്കണം പിടിക്കണേ. ഇങ്ങനെ പൊക്കി പിടിക്കണ്ടേ? വ്ളോഗെന്ന് വെച്ചാ വ്ളോഗാണ്. വ്ളോഗ് വന്നിട്ട് അലമ്പ് കാണിക്കണതല്ല. ഞാൻ അലമ്പ് കാണിക്കുന്നത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഞാനാ നീ അലമ്പ് കാണിക്കണേ. നീ വാടിച്ചിരുന്നതിനെ കുറച്ച് സ്റ്റാൻഡേർഡ് കിട്ടും. നീ വാ തുറക്കരുത്. നീ വാ തുറന്നാ തീർന്നു. കൊച്ചു നീ വാ തുറക്കരുത്. ഒന്നും പറ്റൂല. കാല് പിടിച്ച് നന്ദി പറയാ. വാ തുറക്കാതിരുന്നു. അയ്യോ എന്നെ കൊല്ലാൻ നോക്കുന്നു ഗൈസ്. എന്നെ കൊല്ലാൻ നോക്കുന്നു ഗൈസ്. അയ്യോ അയ്യോ എന്റെ മരണം എവളെ കൈ കൊണ്ട് തന്നെ. അയ്യോ ഇതൊക്കെ യൂട്യൂബ് അവസാനം നോക്കിയ ഉപദ്രവം. യൂട്യൂബ് റിമൂവ് ചെയ്ത് കളയും. ഉപദ്രവം. ഹായ് പ്രാന്തി. നാഗവല്ലി എന്നെ നാഗവല്ലി ആക്കരുത്. എനിക്ക് ഓർക്കാൻ പറഞ്ഞു. ആലോചിക്കുവായിരുന്നല്ലേ അവിടെ വാരി കൊണ്ടുവരണോന്ന്. നുള്ളി എടുക്കും ഞാൻ. മുള്ളി എടുക്കുവോ? എന്തിരി നുള്ളി എടുക്കും. നുള്ളി എടുക്കുവോ? നോക്ക് നോക്ക്. ഉപദ്രവകാരി. யாரடி நீ? யாருந்த பொறுக்கி? നീ വെക്കമേ ഇല്ല? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കൂടെ ഞാൻ വരുമായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കും? ചുമ്മാ ഇരുന്ന എന്നെ ഫേസ്ബുക്കിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ട് കണ്ണും കലാശവും കൈയും കൈനീട്ടവും തന്നു. കണ്ണും കലാശവും കൈനീട്ടവും തന്നു. മക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടാ, അന്ന് ഞാൻ അറിഞ്ഞില്ല. വരാനിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ചുമ്മാ ഇരുന്ന എനിക്ക് ഇങ്ങോട്ട് വന്ന് മെസ്സേജ് ഇട്ട് ഇങ്ങോട്ട് നമ്പർ തന്ന് ഇങ്ങോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഇങ്ങോട്ട് കോൾ ചെയ്ത് ഇങ്ങോട്ട് വീഡിയോ കോൾ ചെയ്ത് ഇതിലാങ്കിലും ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതാണ് വഴിയെ പോണത്. വഴി അത് ഞാൻ പറയാം. കഷ്ടകാലം അതിലേ പോയാലും തിരിച്ചിവിടെ വരും. വഴിയെ പോണ വയ്യാവേലി എടുത്ത് വേണ്ടാത്ത ഞാൻ എവിടെയാണ് എടുത്ത് വെച്ചത്? നിനക്ക് എവിടെയാണ് ഈ വേണ്ടാത്ത? നിന്റെതല്ല. വെറുതെ ഇരുന്ന് ഞാൻ ചുമ്മാ വീഡിയോ എഡിറ്റ് ചെയ്ത് ഷോർട്ട് ഫിലിമും ചെയ്ത് എഡിറ്റിംഗ് ചെയ്ത് മെസ്സേജ് അയച്ച് 18ാമത്തെ ദിവസം വീട്ടിൽ വന്നിരുന്നു.
ഞാൻ പറന്നു വന്നേല്ലല്ലോ, എല്ലാരും കൂടെ ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നേല്ലേ. 18 ദിവസം വീട്ടിലിരിക്കുന്നു. അങ്ങനെ ഒരു അബദ്ധം പറ്റി എനിക്ക് അങ്ങനെയൊക്കെ തോന്നും. അങ്ങോട്ട് പറഞ്ഞപ്പോ കൊണ്ടല്ലേ ഞാൻ പിന്നെ സീരിയസ് ആണല്ലേ പട്ടി അടിച്ചേ. പട്ടി കടിച്ച ഞാൻ കടിച്ചില്ല. അറിയാല്ലേ പട്ടിയാണ്. പട്ടിക്ക് വേറെ പട്ടിയെ തിരിച്ചറിയാൻ പറ്റൂ. അപ്പൊ നമ്മളിവിടെ കാണാൻ പട്ടികളെ തിരിച്ചറിയുന്നുണ്ടല്ലോ. നീ പട്ടിയുണ്ട്. നിനക്ക് എന്താ പട്ടിയെ കണ്ട തിരിച്ചറിയില്ല? ഞാൻ ആടാണെന്നാണ് വിചാരിച്ചത്. നീ മനുഷ്യല്ലാത്തോണ്ടാണ്. മനുഷ്യ സ്ത്രീയാകണം. നീ പട്ടിയോട് നിനക്ക് തോന്നുന്നു. മനസാക്ഷിയോടൊന്നും ചോദിച്ചു. ഞാൻ മനസാക്ഷിയോടൊന്നും ചോദിക്കാൻ പോണില്ല. ചോദിക്കാൻ പോയാൽ അതെന്നെ ചീത്തിരിഞ്ഞെന്ന് ചീത്ത വിളിക്കും. പുറത്തോട്ടുണ്ട് ഭയങ്കര ബൈക്ക് പോക്കല്. നമ്മളെ വളഞ്ഞിട്ടടിക്കാൻ തന്നെ താഴെ സ്റ്റുഡിയോയിൽ കൊറേ ബൈക്ക് ബൈക്ക് ഇങ്ങോട്ട് പോകും, ബൈക്ക് അങ്ങോട്ട് പോകും. നിനക്കെന്താ അവരല്ലേ പോട്ട് വഴി കൂടെ അല്ലേ പോകുന്നു. വഴി കൂടെ പോകുന്നു. വയ്യാവലിയാവും. നീ മിണ്ടാ വായടച്ച് മിണ്ടാരി. അവരതിലൂടെ അങ്ങ് പൊയ്ക്കോളും. വിളിച്ചു വരുത്തി തല്ല് വാങ്ങിക്കണം. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. എന്തിനാണ് ഇതൊക്കെ ഉറക്കം പറഞ്ഞുകൊണ്ടാണ് മക്കളെ. നിനക്ക് നല്ല ഉറക്കമുണ്ട്, അതിന്റെയാണ് വെളുപ്പുകേട് കാണിക്കുന്നത്. ഗുഡ് നൈറ്റ് ഗൈസ്. ഞാൻ ഉറങ്ങുന്നു. ഉറങ്ങണില്ലേ ഇനി? ഞാൻ ചോദിച്ചിട്ട് നമുക്ക് ഉറങ്ങാം. എന്തൊരു വെളിച്ചം കുറഞ്ഞ മൊബൈലിൽ. എന്തിനാണ് വെളിച്ചം കുറഞ്ഞത്? എന്തിനാണ് ബ്രൈറ്റ്നസ് കുറഞ്ഞത്? പറയൂ. ഓട്ടോമാറ്റിക് ഇട്ട പാലോയിനും അതിന്റെ അണ്ണാക്കിലോട്ട് കൊണ്ടൊക്കെ ഇപ്പൊ അണ്ണാക്കിൽ ഉണ്ണിയുണ്ടോ? നിന്റെ ഉണ്ണിയുണ്ടോ? നിന്റെ അണ്ണാക്കിൽ ഉണ്ണിയുണ്ടോ അങ്ങനെ ചോദിച്ചത്. ആ ഉണ്ണി. നീ എന്തിനടേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ ഒന്നും പറയണ്ട. നിന്റെ മുഖത്തെ എക്സ്പ്രഷൻ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, ഈ ഭ്രാന്തിരെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും? നിന്റെ ബബി ഫീലായോ? ഫീലായോ? പട്ടി താറ്റ്. ഇതെന്തൊരു ഭ്രാന്തി? നമുക്ക് വൈകിയടി. എന്നെ ഊളപ്പാറ കൊണ്ടിടാറ് സമയം. ഊളപ്പാറയല്ല, ഉടമ്പാറ. നീയും വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അടുത്തടുത്ത് കിടക്കും. അപ്പോഴും അടുത്തടുത്ത് വന്ന് കിടക്കുമല്ലേ? മനുഷ്യന് സ്വസ്ഥത തരൂലെന്ന് തന്നെ. നമ്മളെ കൊണ്ടൊന്ന് ഉളമ്പാറാക്കിയിട്ട് ഫേസ്ബുക്ക് ഫസ്റ്റ് ഡീആക്ടിവേറ്റ് ചെയ്യണം. ഫേസ്ബുക്ക് വഴിയിലൊരിക്കൽ കയറി വന്നത്. ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്യണം. നീ ഉള്ളിടത്ത് തിരക്കി ഞാൻ വരും. അപ്പൊ എന്നെ കൊന്നു കളയാം. എന്നിട്ട് ഞാൻ പുതിയ ജന്മം എടുക്കാം. അയ്യോ, ഞാൻ എന്നെ ഉപദ്രവിക്കില്ലേ? പറയൂല. പിന്നെ ഭയങ്കര ഉപദ്രവം. കണ്ട, ഇതാണ് ഇവിടത്തെ അവസ്ഥ. എന്നെ പീഡിപ്പിക്കുകയാണ്. ആരെങ്കിലും എന്നെ രക്ഷിക്കണം. വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ തള്ളച്ചിയുടെ കയ്യിൽ ഞാൻ ഇടിച്ചത്. ഇതാണ് എന്റെ അവസ്ഥ. പട്ടിയെ ഞാൻ ഇടയ്ക്ക് അറിയാതെ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം എന്തിനാണ് ഇവിടുത്തെ അവസ്ഥ. നീ അടിക്കൂന്നല്ല പറഞ്ഞു. നിന്റെ കോമാളിത്തരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൈ ഇല്ലാത്തവനും കൈ കെട്ടി വെച്ചടിക്കും. നിന്നെ ഞാൻ ഉപദ്രവിക്കാറില്ല. അത് സത്യമല്ലേ? സത്യമാണ്. അത്ര അറിഞ്ഞാൽ മതി. ഇതാണല്ലോ ഉപദ്രവം. നീ രണ്ട് തല്ലി എന്നാലും കുഴപ്പമില്ല. ഇതാണല്ലോ ഉപദ്രവം. അടുത്തത് നീ എവിടെ നോക്കണം? അവിടെ എന്നിട്ട് അച്ഛൻ ഇരിക്കുന്നു. ഇവിടെ നോക്ക്. ഇവിടെ ഇവിടെ ക്യാമറ ഉണ്ട്. ക്യാമറ ഇരിക്കണില്ലേ? ക്യാമറ ഇരിക്കണ മൊബൈല് മല്ലി വേണ്ട. മൊബൈൽ നീ എന്നിട്ട് പോയാൽ വൃത്തികളല്ലേ? പോവാ തുറക്കണ്ട. അതല്ലേ ഞാൻ കുറച്ച് മുമ്പ് നിന്റെ അടുത്ത് പറഞ്ഞു നീ വായടച്ച് വെച്ച് തീരാന്ന പ്രശ്നമുള്ളത്.
ഞാനൊരു പാവമില്ലേ. എഴുതി വെക്കട്ടെ നെറ്റിയില്. എഴുതും എഴുതാനില്ലേ? എന്ത് നീ എഴുതുന്ന വലിയ കാര്യത്തിലങ്ങ് ചോദിച്ചുണ്ട്. പക്ഷെ അത് എഴുതി വെച്ചാലും കാണാൻ പറ്റണ്ടേ? നീ കൈ വിടുമ്പോ അതിങ്ങ് വരൂല്ലേ? എന്നാ കെട്ടി. ആരെ കെട്ടി? ആരെ കെട്ടി? ഇല്ല, വെട്ടിട്ടു അപ്പൊ എഴുതി വെക്കും. യൂട്യൂബാണ്. യൂട്യൂബ് എനിക്ക് മാന്യതുണ്ടോ? ഇല്ല, കുറച്ച് കുറവാ. എന്തുവാടോ ഇങ്ങനെ? നീ എന്തുവാ ഇങ്ങനെ? നിന്റെ കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ. നോക്കട്ട് 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 മോന്താ ഇന്ന് കാണട്ടെ. നന്മയുടെ വിടുതലമായ നന്മയുടെ പറ. വിളമരമായ ആര്? വിളമലവാരോന്ന്. വിളനിരല്ല, വിളനിരങ്ങല്. എന്തിട്ട് ചവിട്ടണത്? എന്റെ കാല്, എന്റെ പെയിന്റ് അല്ലേ? നീ ഇത്രയും അലിമ്പ് കാണിക്കാൻ പറ്റൂ? ഉറക്കം വരുന്നു. എന്നാ കിടന്നുറങ്ങി തള്ളച്ചി. തള്ളച്ചീനെ വിളിക്കില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ തള്ളച്ചീനെ വിളിക്കില്ലെന്ന്? അയ്യോ, തന്നെ ഞാൻ തള്ളച്ചിന്ന് വിളിക്കും. മറ്റേ അമ്മായി അമ്മയും മരുമോനും വീട് കണ്ടവര് വിചാരിക്കും യഥാർത്ഥ അമ്മായി അമ്മ. കൊറേ പേര് അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കണേ യഥാർത്ഥ അമ്മായി അമ്മയാണ്. എന്നെ കണ്ട പ്രായം തോന്നും, അതാണ് എന്നെ കണ്ട കൊച്ചീർക്ക്. ഇങ്ങനെ ആക്കിയതായിരുന്നു പറ, നീ കോലത്തിലാക്കിയതായിരുന്നു. ആഹാരം അതന്നെ പറഞ്ഞത്. ആഹാരം ഞാൻ കറക്റ്റിനെ കഴിക്കൂന്ന് പറഞ്ഞപ്പം സമ്മതിക്കാതെ പിടിച്ചിരുത്തി വായിക്കകത്ത് കുത്തിക്കേറ്റി തന്ന് ഞാൻ കേറി ചിരുത്തപ്പോ നിനക്കിപ്പോ ഞാൻ തള്ളച്ചി. ഇത്ര ഇങ്ങനെ ആക്കി വെച്ചിട്ട് എനിക്ക് ഞാൻ തള്ളച്ചി. ഇപ്പൊ ഞാൻ ഇതൊന്ന് കുറയ്ക്കാൻ ഞാൻ കിടന്ന് പെടാപ്പാട് അങ്ങേയറ്റം പീഡനം സഹിച്ചാണ് ഞാനിവിടെ ജീവിക്കുന്നത്. തന്നെ ഈ ഒരു വ്ളോഗിൽ തന്നെ എത്ര അടി ഉണ്ടെന്ന്. ഇതൊക്കെ എന്ത് ചെറുത്. ഇതാണ് ഇവിടത്തെ എന്റെ അവസ്ഥ. കൊണ്ടേ കേസു. നല്ലവരായ പ്രേക്ഷകർ എന്നെ രക്ഷിക്കണം. ഈ മറന്നേരം ഇങ്ങോട്ട് നീ പറഞ്ഞിട്ട് ആരെങ്കിലും എന്റെ പേര് കൊണ്ട് കേസ് കൊടുത്ത പാടി അങ്ങനെയൊന്നും കൊടുക്കൂല. നീ എന്തിനാ ഞാൻ പറയും. അല്ല അല്ല, ഭാര്യയും ഭർത്താവ് ഒരു കണ്ടന്റിന് വേണ്ടി അമ്മായിമ്മയായിട്ട് ചെയ്തപ്പോഴത്തേക്ക് അമ്മായിമ്മയും മരുമോനാണെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ? എല്ലാരും പറഞ്ഞില്ല, എല്ലാരും പറയൂല. 100-1. ആ 1% ആൾക്കാർ മതി എന്റെ പേരെ കൊണ്ട് കേസ് കൊടുക്കായി. ഞാൻ നിന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുന്നു. അപ്പൊ നീ എന്ത് ചെയ്യും? അപ്പൊ ഇത് വീഡിയോ ആണെന്ന് ആ പൊട്ടനും അറിയാൻ പറ്റും. കഷ്ടം. അതറിയാൻ വയ്യാത്ത പൊട്ടന്മാരാണല്ലോ ഈ നിർത്ത്. ഇവിടെ വന്നിരുന്ന ആൾക്കാരെ ചീത്തു. അയ്യോ അയ്യോ, എന്റെ അപൂർവമായിട്ട് തിരിച്ചേക്കേണ്ടി വരും. അതിനല്ലേ മുഖ്യം. നീ എന്തിനാ ഇത് ഓടി ഓടി എന്റെ അണ്ണാക്കിനകത്ത് കൊണ്ടുപോകുന്നത്? നമ്മളിനി അടുത്ത വീട്ടിലൊന്ന് കൂടുതലും പാവാം. ബൈ ബൈ. ബൈ ബൈ. ഓക്കേ. See you. Good night. സമയം 1:15. ക്ലോക്ക് ഒന്ന് കാണിച്ചു. രാത്രി 1:15. 1:15. ഫോക്കസ് ആവുന്നില്ല. ക്ലോക്കിന്റെ അടുത്ത് 1:15. രാത്രി 1:15. വിശ്വാസമായില്ലെങ്കിൽ കാണിച്ചു തരാം. രാത്രി 1:15. കുറ്റാക്കുറ്റിരട്ടിൻ്റെ രാത്രി. അയ്യോ, ദാദ്യനടയണില്ല. അയ്യ 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 ഈ ഒറ്റ കയ്യെ ചടയ്ക്കാൻ ഭയങ്കര പാട്. അയ്യോ അയ്യോ അയ്യോ, അടഞ്ഞ് എങ്ങനെയാക്കി അടഞ്ഞ്. ഗുഡ് നൈറ്റ്. എൻ്റെ കൈയും പറഞ്ഞ് കാലും പറഞ്ഞ് ക്യാമറ. ഗുഡ് നൈറ്റ്. പക്ഷേ ഈ വീഡിയോ ഞാൻ ഇടുന്നത് രാത്രി 10 മണിക്കായിരിക്കും. രാവിലെ 10 മണിക്കായിരിക്കും. പക്ഷെ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്.
ആ ഗുഡ് മോർണിംഗ് ആയി 1:15 ആ ഗുഡ് മോർണിംഗ്. കട്ട് ചെയ്യാമോ? എന്തിനാ നിനക്ക് ഭ്രാന്താടേ സൈക്കോയാ സൈക്കോ എന്തിരിത് എന്തിരി സൈക്കോ. അയ്യേ അയ്യേ അയ്യോ 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 ഭയങ്കര ഉപദ്രവം. എങ്ങനെ കണ്ട 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 ഇപ്പം ആ കുളത്ത് എന്തിനൊക്കെ ചെയ്യണം? അടിക്കടി നിനക്ക് മതിയായില്ലല്ലോ നിനക്ക്. ഞൊട്ട ഇതൂടെ എന്തായാലും ഞെട്ട അടിക്കുകയല്ലേ. കൈയൊക്കെ വിട്ടു പോണം. പോരാ, ആരോഗ്യം പോരാ. നീ എവിടത്തെ മസാജ് ആയിരുന്നു? നീ ഇത് പറയുമ്പോ ഞാൻ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു നീ ആലോചിക്കും? അതിന് ഈ വിരലിൽ ഞെട്ടടിക്കണതായിട്ട് എന്തൊരു ബന്ധം? അപ്പൊ എനിക്ക് ആരോഗ്യം ഉണ്ട്, ഇപ്പൊ എനിക്ക് ആരോഗ്യം ഇല്ല. അപ്പോഴത്തെ പകുതി ആരോഗ്യം ഇപ്പൊ ഞാനിപ്പോ ആരായനെ കഴിച്ച് നടക്കാൻ മനുഷ്യന് പറ്റണല്ലോ മര്യാദക്ക്. ഈ വീഡിയോ വന്നിരുന്നു ദാരിദ്ര്യം പറയാതെ. ഞാൻ പറയും ഉള്ള കാര്യം പറയണ ദാരിദ്ര്യമില്ല. ഇതൊക്കെ പറയണ കേട്ടോ. ഇല്ലാരും ഞാൻ എൻ്റെ ആരോഗ്യം മുഴുവൻ കളയണം. നീ എന്തിനാ നീ എങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നീ എന്തിനാ ഭയങ്കര ആരോഗ്യമായിരുന്നു? ഇപ്പോൾ ആരോഗ്യം സാധനം കഴിക്കുമ്പോൾ ആരോഗ്യം വെക്കും. നീ എൻ്റെ കൂടെ എത്ര നാളായിട്ട് ജീവിക്കും? എൻ്റെ കൂടെ എത്ര നാളായിട്ട്? അപ്പൊ എന്റെ ഓരോരോ അവസ്ഥകൾ നീ കണ്ടോണ്ടിരിക്കുകയില്ലേ? അതുകൊണ്ട് അപ്പൊ എന്തിനാണ് ചെയ്യണം? പഴയ ആരോഗ്യത്തിലേക്ക് എത്തണം. വണ്ണം കുറച്ച് വർക്കൗട്ട് ചെയ്ത് വണ്ണം കുറച്ച്. ഞാൻ വണ്ണം കുറച്ചാ മതിയോ? നീയും വണ്ണം കുറയ്ക്കണം, ഞാനും വണ്ണം കുറയ്ക്കണം. ഞാൻ കുറയ്ക്കാം. രണ്ടുപേരെയും കൂടെ കാര്യം പറയുമ്പോ നീ എപ്പോഴും ഒരാളുടെ കാര്യമാണല്ലോ പറയുന്നത്. ചവിട്ടി കൂട്ടട്ടാ തന്നെ കാലി എന്തല്ലേ ഓടിക്കും അടിക്കടി ജോണാണെങ്കിൽ അടിക്കടി. ഞാൻ ഒരു കാര്യം പറയട്ടാ, നമ്മൾ ഈ അടിക്കുമ്പോഴേ വേദനിക്കുന്ന ആൾക്കാരെ അടിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ അടിക്കണ സാധനം ഒടിഞ്ഞു പോണ തരത്തിൽ ഉള്ള ആൾക്കാരെ നമ്മൾ ഒന്നും ചെയ്യാൻ പോകരുത്. കാരണം എന്തിനാണെന്നറിയാമോ? അവർക്ക് വേദനിക്കുകയില്ല, നമ്മൾ ആ കാശ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന സാധനവും ചീത്ത. കഴിഞ്ഞ അധിക പ്രസംഗം കഴിഞ്ഞ ആൾക്കാർക്ക് പോയി കിടന്ന് ഉറങ്ങണം. രാവിലെയല്ലേ ഇടുന്നത്? എന്നാ പോയി കാപ്പി കുടിക്കട്ടെ എല്ലാരും. നമ്മളെ പോലെ എല്ലാരും മൂട്ടിൽ വെയിലടിച്ചിട്ട് എണീക്കണമെന്ന് ചോറെങ്കിലും കഴിക്കട്ടെ, എന്തുണ്ടെങ്കിലും ഒന്ന് വിടാ അവരെ. പോട്ടെ. ഇതൊക്കെ കാണണം അവരെ ഗതികേട്.